ഇന്ന് ഇസ്ബാർ ചാർസോപ്പാർ എന്ന അപാരമായ കോൺഫറൻസ് ഉണ്ടായിട്ടും ലോകത്തിൻ്റെ രാജ്യം വിശ്വഗുരുവായി എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും എന്തിനാണ് തെരഞ്ഞെടുപ്പിന് ഒറ്റയാഴ്ച മുൻപ് പ്രതിപക്ഷ നേതാക്കൾ വെച്ച് ഇറച്ചിക്കറിയിലേക്ക് പ്രധാനമന്ത്രി ഉറ്റുനോക്കുന്നത്? പ്രതിപക്ഷം പറയുന്ന മട്ടിൽ ഇതൊക്കെ പറയുമ്പോഴും വിദ്വേഷം പറഞ്ഞില്ലെങ്കിൽ തോറ്റുപോകും എന്ന പരാജയഭീതിയാണോ യുവരാജ്? അത് ചോദ്യം വ്യക്തമായില്ല. ഞാൻ ചോദിച്ചത് ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് രാഹുൽ ഗാന്ധിയും ലാലു പ്രസാദും മട്ടങ്കറി വെച്ചു അത്രേ, അത് മുഗളന്മാർ ചെയ്യുന്ന സ്റ്റൈലാണത്രേ. ഞാൻ ചോദിക്കുന്നത് വികസനത്തെ പറ്റിയും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന വലിയ ലോക സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ ഈ മുഹൂർത്തത്തിൽ ഇറച്ചിക്കറി തരാൻ പോകുന്നത് എന്തിനാണ് എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. യുവരാജ് ഗോകുൽ, അത് പ്രതിപക്ഷം അങ്ങനെ പലതും ചോദിക്കും. പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ്? നരേന്ദ്രമോദി വെച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധി ആരാണ്? നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ കാലിത്തീറ്റ കുംഭകോണത്തിൽ അകത്ത് പോയ അല്ലെങ്കിൽ കേസിലെ പ്രതിയായ അഴിമതിക്കാരനായ ലാലു പ്രസാദിന്റെ വീട്ടിൽ പോയിട്ട് ഇറച്ചിക്കറി വെച്ച് നിന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. അത് അഴിമതി മുന്നണിയെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു വിഷയം മാത്രമാണ്. മട്ടൻകറി കണ്ടതിന് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് ഇപ്പൊ നിങ്ങൾ മട്ടൻകറിയാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, മട്ടൻകറി താങ്കൾ കാണാത്ത പ്രശ്നമാണ്. ഏതോ സാവൻ മാസത്തിൽ കേൾക്കൂ, ഏതോ സാവൻ മാസത്തിൽ മട്ടൻകറി വെച്ചു, അതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചു, അത് വികാരത്തെ, അത് സെന്റിമെന്റ്സിനെ മുറിപ്പെടുത്തി, അത് വികാരത്തെ കളിയാക്കി. എങ്ങനെ കളിയാക്കി? പണ്ട് മുഗളന്മാർ കളിയാക്കിയതുപോലെ കളിയാക്കി. സർ, ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ വികസനമുണ്ടെങ്കിൽ ഈ വിദ്വേഷ വർത്താനം പറയാതെ 10 വോട്ട് കിട്ടില്ല എന്നുള്ളത് പരാജയഭീതി കൊണ്ടല്ലേ യുവരാജ്? ഞങ്ങൾക്ക് പറയാൻ ആവശ്യത്തിലധികം വികസനം ഉണ്ട്. ഹാഷ്മിയുടെ ഇൻട്രോ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാനൊന്നും പറ്റിയില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? താങ്കൾ കേട്ടില്ല? എത്ര ഹാഷ്മി 5.1 സംതിങ് കേട്ടില്ല? താങ്കൾ കേട്ടില്ലോ ഇൻട്രോ? പിന്നെ എങ്ങനെയാണ് പറയാ? കേട്ടില്ല. ഞാൻ വന്നപ്പോൾ അല്പം ലേറ്റായി, അതുകൊണ്ട് താങ്കളുടെ ഇൻട്രോ എനിക്ക് പൂർണ്ണമായിട്ട് കേൾക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. താങ്കളുടെ ഇൻഫ്ലേഷനെ കുറിച്ച് എന്തോ പറയുന്നത് കേട്ടായിരുന്നു. 5 സംതിങ് ആണ് ഇവിടെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഇപ്പോൾ നിൽക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് 10 സംതിങ്ങിലാണ് നിന്നിരുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ എത്രയാ? 3.2%. 3.2% ആണ് തൊഴിലില്ലായ്മ. കേരളത്തിൽ എത്രയാ? 7%. നിങ്ങൾ ആദ്യം അത് പോയി ചോദിക്കുക, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരൂ. അല്ലാണ്ട് നിങ്ങൾ ചുമ്മാ ഇരുന്നുകൊണ്ട് കണ്ണട ചിരിട്ടാക്കി നിങ്ങൾ ചുമ്മാ അനർഗള നിർഗള എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇൻട്രോ കേട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല യുവരാജ്, ഞാൻ പറഞ്ഞ താങ്കൾ കേട്ടില്ലെന്ന് താങ്കൾ തന്നെ പറയുന്നു. പിന്നെ അനർഗ നിർഗളം പറയുന്നത് എന്തിനാണ്? താങ്കളുടെ പോയിന്റിലേക്ക് വാ. ഇതൊക്കെ പറയാനുള്ള നിങ്ങൾ തുടക്കം ഞാൻ മിസ് ചെയ്തു. താങ്കൾ പറഞ്ഞു തുടങ്ങി ഒരു അല്പം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയതെന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് ഡേറ്റാപരമായിട്ട് എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ഉന്നയിക്കൂ, നമുക്കത് സംസാരിക്കാം. അല്ലാതെ ചുമ്മാ മറ്റേ എന്താണ് പൊളിറ്റിക്കൽ റെട്ടോറിക് നടത്തിയിട്ട് അങ്ങ് വൈറ്റ് വാഷ് ചെയ്ത് പോകാന്ന് കരുതരുത്. മാനിഫെസ്റ്റോ ഇന്ന് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. മാനിഫെസ്റ്റോയിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. 370-400 ഒക്കെ പറയുന്നത്. ഒന്നാമത് യുവരാജ്, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്ന് പറയുന്നു. 83 സീറ്റ് വാങ്ങി ജയിച്ചു. 2019 303 സീറ്റ്. സാർ, ഒന്നാമത് യുവരാജ്, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല എന്നാണ് പറഞ്ഞത്. മാത്രമേ ടാലി പോകാൻ പോകുന്നുള്ളൂ. യുവരാജ്, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അനർഗ നിർഗളം റെട്ടറിക് എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? ഞാൻ പറഞ്ഞ എന്താണ്? ലോക്നീതി CSDS നടത്തിയ സർവേ ഞാൻ പറയണം. എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്താണ് പ്രശ്നം? ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, താങ്കളുടെ ഇൻട്രോ പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞില്ല. താങ്കളുടെ ഇൻട്രോ ശരി, കേട്ട ഭാഗത്ത് താങ്കൾ കാണുന്ന പ്രശ്നം എന്താണ്? 2-3 കാര്യം മാത്രമാണ് കേട്ടത്. ശരി, കേട്ട ഭാഗത്ത് താങ്കൾ കാണുന്ന പ്രശ്നം എന്താണ്? കേട്ടപാട് ഞാൻ കാണുന്ന പ്രശ്നമാണ് ഞാൻ താങ്കളോട് പറഞ്ഞു. താങ്കളുടെ ഇൻഫ്ലേഷനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഈ ഹെഡ്സെറ്റ് ശരിയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് താങ്കൾ അത് പറയുന്നത് കേട്ടോ. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, ഇൻഫ്ലേഷൻ എന്താണ് പ്രശ്നം? സംതിങ്ങിലാണ് നിൽക്കുന്നത്. സർക്കാർ ഇറങ്ങി പോകുന്ന സമയത്ത് 10 സംതിങ് ആണ്. ഇൻഫ്ലേഷനെ പറ്റി ആണ് ഇവിടെ നിൽക്കുന്നത്. ഇൻഫ്ലേഷനെ പറ്റി എന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. രാജ്യത്ത് ആധികാരികമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ലോക്നീതി, ഞാൻ പറയാണ്, ലോക്നീതി CSDS നടത്തിയ ഒരു സർവേയിൽ രാജ്യത്ത് ഈ വോട്ടെടുപ്പിൽ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി രാജ്യം ഒന്നാകെ തെരഞ്ഞെടുത്ത സാമ്പിളിങ്ങിലൂടെ ചോദിക്കുമ്പോൾ 24% പേർ പറയുന്നു അത് തൊഴിലില്ലായ്മ, അത് ഞങ്ങൾക്ക് തൊഴിലില്ലായ്മയാണ് ഞങ്ങളുടെ പ്രശ്നം. 23% ആളുകൾ പറയുന്നു അത് വിലക്കയറ്റമാണ് ഞങ്ങളുടെ പ്രശ്നം, അത് വയറ്റിലടിക്കുന്ന പ്രശ്നം. എന്ന് പറഞ്ഞാൽ ആ സർവേയിൽ പങ്കെടുത്ത ഏകദേശം 50%-ഓളം പേരെ ബാധിക്കുന്നത് തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ്. അത് OBC വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ, ദളിത് വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ, ന്യൂനപക്ഷ വിഭാഗത്തിലേക്ക് എത്തുമ്പോൾ അത് 67%.
യുവരാജ് ഗോകുൽ ആ കണക്ക് ഞാൻ പറഞ്ഞാണ്. അതിന് താങ്കൾ റട്ടറിക്ക് അനർഹ നിർഗള എന്നൊക്കെ പറഞ്ഞാൽ പറ്റുമോ? ആ കണക്ക് തന്നെയാണ് പ്രശ്നമല്ലോ. ഒന്ന് 23, 24 സെപ്പറേറ്റ് ആണെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അതായത് ബാക്കി 77% ആൾക്കാർക്ക് പ്രശ്നമില്ല എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? ബാക്കി 76% ആൾക്കാർക്ക് പ്രശ്നമില്ല എന്ന് തന്നെയല്ലേ താങ്കൾക്ക് അതിന്റെ അർത്ഥം? അത് താങ്കൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്നാ പിന്നെ 23, 24 വേറൊരെണ്ണത്തിൽ 30 എല്ലാം കൂടെ 150% ആക്കുന്നേ. താങ്കൾ എന്താണ് പറയുന്നത്? 150% ആൾക്കാർക്ക് ഇതിനകത്തൊക്കെ പ്രശ്നമാണെന്നേ. യുവരാജ് അങ്ങനെ വെറുതെ കുട്ടികളെ നഴ്സറി കുട്ടികളെ പോലെ പറയല്ലേ പ്ലീസ്. നഴ്സറി കുട്ടികളെ പോലെ പറയുന്നത് നഴ്സറി കുട്ടികളെ പോലെ ബാലിശവാദം ഉന്നയിക്കല്ലേ. താങ്കൾ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പാനലിസ്റ്റ് അല്ലേ? താങ്കൾ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക പാനലിസ്റ്റ് അല്ലേ? ഇങ്ങനെ നഴ്സറി കുട്ടികളെ ഇങ്ങനെ സംസാരിക്കുമോ? സർ ലോക്നീതി CSDS സർവേ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. താങ്കൾ കേട്ടില്ലോ? താങ്കൾ ഒന്നും കേട്ടോ? താങ്കൾ എന്തെങ്കിലും കേട്ടോ? താങ്കൾ ഒന്നും വ്യക്തമായി കേട്ടു? താങ്കൾ ഹെഡ്സെറ്റ് ശരിയാക്കാൻ താങ്കൾക്കൊന്നും വ്യക്തമാക്കിയില്ല. ആദ്യം ശരി, താങ്കൾ എന്താ പുൽവാമയുടെ വിഷയത്തിൽ പറഞ്ഞത്? താങ്കൾ അവസാനം പറഞ്ഞു നിർത്തിയാ ഞാൻ കേട്ടത് താങ്കൾ പുൽവാമ വിഷയത്തിൽ എന്തൊക്കെയോ പറഞ്ഞു നിർത്തുകയാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? നിങ്ങളുടെ BJPയുടെ മുൻ ഉപാധ്യക്ഷൻ പറഞ്ഞ ആരെയാ? ദേശീയ ഉപാധ്യക്ഷൻ പറഞ്ഞ ആരെയാ പറഞ്ഞത്? പിടിച്ചകത്തിടോ സത്യപാൽ മാലിക്കിനെ. സത്യപാൽ മാലിക്കിനെ പിടിച്ചകത്തിടോ. സത്യപാൽ മാലിക്കിനെ പിടിച്ചകത്തിട്ടോ ഇതുവരെ യുവരാജെ? സത്യപാൽ മാലിക്കിനെ പിടിച്ചകത്തിട്ടോ യുവരാജെ? സത്യപാൽ മാലിക്കിനെ പിടിച്ചകത്തിട്ടോ? എന്നിട്ട് എന്റെ നേരെ കയറാൻ പോവാ. നിങ്ങൾ ആദ്യം പുൽവാമയിലെ രക്തസാക്ഷ്യത്തെ നിങ്ങൾ മുതലെടുത്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ നേതാവിനെ പിടിച്ചകത്തിട. ആദ്യം പുൽവാമയിലെ രക്തസാക്ഷ്യത്തെ നിങ്ങൾ രാഷ്ട്രീയമായി മുതലെടുത്തു എന്ന് പരസ്യമായി പറഞ്ഞ് നിങ്ങളുടെ നേതാവിനെ പിടിച്ചകത്തിട്. അങ്ങനെ വെറും ആരോപണമാണോ? അങ്ങനെ വെറും ആരോപണമാണോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞു സത്യപാൽ മാലിക്. പിടിച്ചകത്തിടോ അയാളെ. പിടിച്ചകത്തിടുന്ന മാലിക്കിനെ. പിടിച്ചകത്തിട് മാലിക്കിനെ. അദ്ദേഹത്തിന്റെ ആരോപണം പിടിച്ചകത്തിട് മാലിക്കിനെ. എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു എയർലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് മിണ്ടാതിരിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല. ആ വിഷയത്തിൽ ഇനി തെളിവുണ്ടെങ്കിൽ തെളിവിനെ പിടിച്ചകത്തിട് സത്യപാൽ മാലിക്കിനെ. ഡിബേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഷ്മി പറയൂ. ആ വിഷയത്തിൽ സത്യപാൽ മാലിക്കിനെ പിടിച്ചകത്തിടാൻ ധൈര്യമുണ്ടോ യുവരാജ് ഗോകുലെ അങ്ങയുടെ പാർട്ടിക്ക്? കശ്മീരിൽ എത്തുന്നുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ മൂവ്മെന്റ് നടക്കുന്നത്? 1947 മുതൽ 2019 മുതൽ ഇവരുടെ ഈ പറയുന്ന ശരി, സത്യപാൽ മാലിക് പറഞ്ഞത് കള്ളമാണെങ്കിൽ, എങ്ങനെയാണ് നടന്നത്? സത്യപാൽ മാലിക് പറഞ്ഞത് കള്ളമാണെങ്കിൽ, സത്യപാൽ മാലിക് പറഞ്ഞത് കള്ളമാണെങ്കിൽ രാജ്യത്തെ രക്തസാക്ഷ്യങ്ങളെ അവഹേളിച്ച സത്യപാൽ മാലിക്കെതിരെ BJPയുടെ നടപടി എന്താണ്? രാജ്യത്തെ രക്തസാക്ഷികളെ അപമാനിച്ച സത്യപാൽ മാലിക്കിനെതിരെ BJPയുടെ നടപടി എന്താണ്? ഇവിടെ രാഹുൽ ഗാന്ധി കുറെ കാലം ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടന്നു. ചൈന ഇന്ത്യക്കകത്ത് കയറി ഇന്ത്യയുടെ സ്ഥലമൊക്കെ പിടിച്ചെടുത്തോണ്ട് പോയി. ഉടനെ അത് നുണയാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പിടിച്ചകത്തിടാൻ പറ്റും? സർ, നേർക്കുനേർ മറുപടി ഉണ്ടോ? അങ്ങനെ പലരും പല ആരോപണം നേർക്കുനേർ മറുപടി ഉണ്ട്. പലരുമല്ല മുൻ ഗവർണറാണ്. ഒരു പലരുമല്ല പറഞ്ഞത്. നിങ്ങൾ നിയമിച്ച രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ് പറഞ്ഞത്. പുറത്തുപോയ ഒരാൾ യുവരാജെ, അങ്ങനെ പലരുമല്ല പറഞ്ഞത്. നിങ്ങൾ നിയമിച്ച ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. അദ്ദേഹം ഗവർണർ ഇരുന്ന കാലാവധിയിൽ ഉള്ള അനുഭവം പറഞ്ഞത്. അത് കള്ളമാണെങ്കിൽ അദ്ദേഹം രക്തസാക്ഷ്യങ്ങളെ അവഹേളിക്കുകയാണ്. പിടിച്ചകത്തോട് സത്യപാൽ മാലിക്കിനെ. പറയാത്തെന്താ? അല്ലെങ്കിൽ അദ്ദേഹം തെളിവ് എന്തെങ്കിലും വെക്കാത്തെന്താ? അതൊരു പൊളിറ്റിക്കൽ ആരോപണമാണെന്നേ. അതൊരു പൊളിറ്റിക്കൽ ആരോപണം മാത്രമാണെന്നേ. അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. നിങ്ങൾ 2019 കുറെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ബലാക്കോട്ടിൽ നടന്നിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടന്നില്ല എന്ന് പറഞ്ഞു. അവിടെ പൈൻ മരങ്ങൾ മാത്രമാണ് താഴെ വീണതെന്ന് പറഞ്ഞു. ഇതിന് ആൾക്കാരെയൊക്കെ നമുക്ക് അതിൽ നിൽക്കണ്ട. നമ്മുടെ വിഷയം നമുക്ക് അതിൽ നിൽക്കണ്ട. ഞാൻ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ മുൻ ദേശീയ ഉപാധ്യക്ഷൻ പറഞ്ഞ കാര്യം പറഞ്ഞതാണ്. നിങ്ങളുടെ മുൻ ദേശീയ ഉപാധ്യക്ഷൻ പോട്ടെ, ഞാൻ അങ്ങനെ നമ്മുടെ ദേശീയ ഉപാധ്യക്ഷൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നവ്ജോത് സിംഗ് സിദ്ധു മുൻ BJP കാരനാണ്. അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നത്? അതിനൊക്കെ ഞങ്ങളാണ് ഉത്തരവാദി. ശരി, ഞാൻ അങ്ങനെ